പക്ഷെ ഉറപ്പുവരുത്തണം, ഞാൻ ഡേ 1 മുതൽ പറയുന്നതാണ്, ഉറപ്പുവരുത്തണം. ഇത് എത്ര കോടി രൂപയാണ് CMDRFിലേക്ക് വയനാടിന് വേണ്ടി വരുന്നത്, അത് അതിനുവേണ്ടി തന്നെ മാറ്റിവെക്കണം. അത് വയനാട്ടിൽ ഏതെല്ലാം കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്ന് പറയണം. നാളെ നമുക്ക് ഇതുപോലെ ആവശ്യം വരും, എന്തെങ്കിലും ഇതുപോലെ വരാതിരിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. പക്ഷേ പല ആവശ്യങ്ങൾക്കും വരും. അപ്പോൾ ആളുകൾ ധൈര്യത്തോടുകൂടി ഇങ്ങനൊരു കാര്യത്തിന് പണം കൊടുത്താൽ അതിനുവേണ്ടി തന്നെയായിരിക്കും ചെലവാക്കുന്നത് എന്ന് മനസ്സിൽ നമുക്കൊരു ഉറപ്പ് വേണം. ഞാനും എൻ്റെ ശമ്പളം കൊടുക്കുമല്ലേ, നിങ്ങൾ പലരും കൊടുക്കുമല്ലേ. അപ്പോൾ അതാണ് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് ഇതൊരു രാഷ്ട്രീയ വിവാദമല്ല. കുറച്ചുകൂടി ക്ലാരിറ്റി, കുറച്ചുകൂടി വ്യക്തത, കുറച്ചുകൂടി സുതാര്യത CMDRFിന് വേണം. പിന്നെ ഇപ്പോൾ ആരോ പറഞ്ഞു ഞാൻ CMDRFിന് കൊടുക്കില്ല, ഞാൻ അല്ലാതെ വേറെ 3 വീട് വെച്ച് കൊടുക്കും എന്ന് പറഞ്ഞാൽ ഞാൻ അയാൾക്കെതിരെ കേസെടുക്കുന്നതിന് എന്ന് പറഞ്ഞാൽ അത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ, ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എനിക്കിഷ്ടമായിരുന്നു കൊടുക്കാൻ, അതാണ് ഞങ്ങൾ UDF പാർലമെന്റ് പാർട്ടി കൊടുത്തത്. ഞങ്ങൾ കൊടുക്കാൻ കാര്യം എന്താ, നല്ല കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ്. നാളെ നല്ല കാര്യത്തിന് വേണ്ടി അല്ല ഉപയോഗിച്ചത്, ഈ കാര്യത്തിന് വേണ്ടി അല്ല ഉപയോഗിച്ചതെന്ന് പറഞ്ഞാൽ നമ്മൾ വിമർശിക്കും. അപ്പോൾ ഓഡിറ്റ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല, ഗവൺമെന്റിന് അതിന് ക്ലാരിറ്റി വരുത്തണം. കഴിഞ്ഞ പ്രാവശ്യം അത് ചെയ്തിട്ടില്ല, അത് ഈ പ്രാവശ്യം ആവർത്തിക്കപ്പെടരുത്, അത്രയേ ഉള്ളൂ.